ധാരാളം വ്യക്തികൾ പലരെയും പല രീതിയിൽ ബന്ധപ്പെട്ട് ഫോണിലൂടെ, കത്തിലൂടെ, ഇമെയിലിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ചില ആശ്വാസവാക്കുകൾ, സന്തോഷമുണ്ടാക്കുന്ന വാക്കുകൾ, സംതൃപ്തി ഉണ്ടാക്കുന്ന വാക്കുകൾ, അഭിനന്ദനത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ആശീർവാദത്തിന്റെ, പ്രോത്സാഹനത്തിന്റെ എല്ലാം വാക്കുകളും വരികളും കമ്മ്യൂണിക്കേഷൻസ് എല്ലാം പ്രതീക്ഷിക്കുന്നു. ആർക്കും അതിൽ താല്പര്യമില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് എന്റെ തറവാട്ടിലേക്ക് പോയപ്പോ പഴയ കാര്യങ്ങൾ ഒന്ന് രണ്ടു പേരോട് പറയാൻ ശ്രമിച്ചു, വെറുതെ അറിയാൻ വേണ്ടി. അവർ കണ്ടു, സന്തോഷം തോന്നി, പ്രണമിച്ചു, തൊഴുതു, തലകുനിച്ചു വന്നിച്ചു. സുഖം തന്നെയല്ലേ സാറേ, വിശേഷമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ പതുക്കെ യാത്രയായി. നമ്മൾ എന്തെങ്കിലും പറയുമോ, നമ്മൾ എന്തെങ്കിലും വിവരണങ്ങൾ തരുമോ, ഏതെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുമോ എന്നൊന്നും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. സത്യത്തിന് വളരെ പ്രത്യേകത തോന്നിയ ഒരു അനുഭവമായിരുന്നു. 2, 3, 4 അമ്പലങ്ങളിൽ പോയി. അമ്പലത്തിലെ കുറെ പേരെ കണ്ടു, പൂജാരിയെ കണ്ടു. അവർക്കും വളരെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനൊന്നും നേരമില്ല, താല്പര്യമില്ല. നമ്മൾ പറയില്ല, ഐ ഡോണ്ട് ഹാവ് മച്ച് ഇൻട്രസ്റ്റ് ഇൻ ഡിസ്കസിങ്. ഇതൊരു സത്യമാണ്. പലപ്പോഴും എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ട് എന്താ, ആശ്വാസവാക്കുകൾ കിട്ടാൻ, അഭിനന്ദനത്തിന്റെ, അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ പ്രോത്സാഹനത്തിന്റെ വാക്കുകളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതൊന്നും ആർക്കും താല്പര്യമില്ല. നമ്മൾ ഒതുങ്ങിക്കൂടി കഴിയുന്നു. അതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല. ഓരോരുത്തർക്ക് അവരവരുടെ മൂഡുണ്ട്, അവരവരുടെ പ്രകൃതമുണ്ട്, ടെമ്പറമെന്റ് ഉണ്ട്. പക്ഷേ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ അവസ്ഥ എന്താ? നമ്മളുടെ മക്കള്, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, സഹോദരന്മാര്, കൂടെയുള്ളവര്, സംഘടനയിൽ പ്രവർത്തിക്കുന്നവര്, പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവര്, അവര് അപ്പൊ എന്താ ചെയ്യാ? ആരും പ്രോത്സാഹിപ്പിക്കാനൊന്നും താല്പര്യമില്ല. നല്ലത് ചെയ്തു എന്ന് പറയാൻ ആർക്കും വലിയ താല്പര്യമില്ല. വല്ലതും ഉണ്ടെങ്കിൽ തന്നെ വല്ല കുറവുകളും കുഴപ്പങ്ങളും കുറ്റങ്ങളും നിഷ്പക്ഷമായിട്ട് പറയുന്നു എന്ന രീതിയിൽ പറയാനാണ് ആൾക്കാർക്ക് താല്പര്യം. ഇവിടെ ആൾക്കാർക്ക് എന്ത് താല്പര്യം, മറ്റുള്ളവർക്ക് എന്ത് താല്പര്യം എന്ന് അറിയാനും അറിയിക്കാനും അല്ല, മറിച്ച് നമുക്ക് നമ്മളല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്ന് 4ാം ക്ലാസ് മുതൽക്ക് പഠിച്ചിട്ടില്ലേ നമ്മള്? നമുക്ക് വിശക്കുമ്പോൾ ഊണ് കഴിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത്, ഏതെങ്കിലും വിധത്തിൽ ഒന്ന് വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കുന്നത്, ഉറക്കം വരുമ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങുന്നത്, നിന്ന് കാല് കടയ്ക്കുമ്പോഴത്തേക്കും ഇരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? നമ്മൾ ആരോടും ചോദിക്കാറില്ലല്ലോ, പറയാറില്ലല്ലോ, പെർമിഷൻ മേടിക്കാറില്ലല്ലോ, മറ്റുള്ളവരിൽ നിന്ന് വാക്കുകളും അല്ലെങ്കിൽ അനുവാദങ്ങൾക്കും വേണ്ടി പൊതുവെ കാത്തിരിക്കാറില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് നമ്മളുടെ സമയം ധന്യമായിട്ട് ചെലവഴിക്കണം. നമ്മുടെ ജീവിതം ധന്യമാക്കണം, സന്തോഷപ്രദമാക്കണം, ആത്മസംതൃപ്തി ഉണ്ടാവണം. അതിന് വഴി കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ വഴി കണ്ടെത്തണം. കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നവരും പുറത്ത് പ്രവർത്തിക്കുന്നവരും ഭാരതത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നവരും നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു വഴി തെരഞ്ഞെടുക്കണം. ഇപ്പോ ധാരാളം വ്യക്തികൾ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അവരവരുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നു, അത് നല്ല രീതിയിൽ ചെയ്യുന്നു. അതുകൂടാതെ അതിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് പോകാനായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ്, പുതിയ ജോലി കണ്ടെത്താൻ, ഈ ജോലിയേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും സംതൃപ്തിയും നൽകുന്ന ജോലി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. മാത്രമല്ല, ഇടയ്ക്ക് അവര് തന്നെ എവിടെയെങ്കിലൊക്കെ യാത്ര പോകുന്നു, ഒറ്റയ്ക്ക് പോകുന്നു, കൂട്ടായിട്ട് പോകുന്നു. അവര് പല പല കാര്യങ്ങൾ കാണുന്നു. ചിലപ്പോൾ സിനിമയ്ക്ക് പോകുന്നു, ചിലപ്പോൾ നല്ല പാട്ട് കേൾക്കുന്നു, ചിലപ്പോൾ പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ ഇന്ന് ഒരു 20, 30, 40, 50 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അനവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയാനേ നമുക്ക് നേരെയില്ല. നമ്മളെവിടേക്കെങ്കിലും യാത്രയ്ക്ക് പോയി എങ്കിൽ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അക്കോമഡേഷൻ ബുക്ക് ചെയ്യാനും അവിടെ ഫുഡ് ബുക്ക് ചെയ്യാനും ഫുഡ് എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാനും ഏറ്റവും രസകരമായ സ്പോട്ടുകൾ എവിടെയാണുള്ളതെന്ന് അന്വേഷിക്കാനും ഞാൻ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളോട് പറയുന്നു, ആ സൗകര്യങ്ങൾ ഉപയോഗിക്കണം.
വളരെ വളരെ ചീപ്പായിട്ടുള്ളതും ഏറ്റവും സന്തോഷകരവും സുഖകരവും ആനന്ദകരവും ആത്മസംതൃപ്തിയും ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് നമുക്ക് ധാരാളം അവസരമുണ്ട്. ധാരാളം പ്രായമായവർക്ക് പോലും ഇരുന്ന് TV കണ്ട് ചില പ്രത്യേക കാര്യങ്ങളിൽ പഠിക്കാനും ആസ്വദിക്കാനും സാധിക്കും. മൊബൈൽ ഫോണിൽ പഠിക്കാനും ആസ്വദിക്കാനും പഠിപ്പിക്കാനും സാധിക്കും. നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ, ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ തറവാട്ടിലേക്ക് പോയിരുന്നു. ആ തറവാട്ടിൽ പോയി അവിടെ കണ്ടതൊക്കെ നല്ലോണം റേഞ്ച് ഉണ്ടായിരുന്നു. ആ റേഞ്ച് ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ ആ ഗ്രാമത്തിലാണെങ്കിൽ കുഴുപ്പുള്ളി എന്ന ഗ്രാമത്തിൽ റേഞ്ച് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവിടെ അപ്പൊ തന്നെ ഓൺലൈനായിട്ട് പലതും പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തത് ഞാൻ പ്രതീക്ഷിക്കാത്ത എത്രയോ പേരുകൾ കണ്ടു. 10,000-40,000 50,000 പേര് കണ്ടു. ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു, നിങ്ങളോട് പറയണം. ഒരു 10 മിനിറ്റാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാൻ എടുത്തത്, ലൈവായിട്ട് ഫേസ് പേജിൽ പോസ്റ്റ് ചെയ്യാൻ എടുത്തത്. 10 മിനിറ്റാണ് ഒരെണ്ണം, മറ്റൊരെണ്ണം 7 മിനിറ്റ്, മറ്റൊരെണ്ണം 5 മിനിറ്റ്, പിന്നെ 5 മിനിറ്റിന്റെ 2-3 എണ്ണം. പക്ഷെ ഈ 5+5+5+7+10 എല്ലാം കൂടി ചേർത്താലും എനിക്ക് 40 മിനിറ്റ്. സ്കൂട്ടറിൽ ഞാൻ ഇവിടുന്ന് ചെറായി വരെ പോയി. സ്കൂട്ടറിൽ ചെറായിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. വരുന്ന വഴിക്ക് പല സ്ഥലത്തും കയറി, പല വ്യക്തികളെയും കണ്ടു. അതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തു. റേഞ്ചുള്ള സ്ഥലത്തുള്ളതെല്ലാം പോസ്റ്റ് ചെയ്തു. യഥാർത്ഥത്തില് ആ ദിവസം എനിക്കുണ്ടായ ഒരു സന്തോഷം, ആത്മസംതൃപ്തി വിവരണാതീതാണ്. കാരണം ഞാൻ പോയി, ഞാൻ തൊഴുതു, ഞാൻ കണ്ടു, ഞാൻ തിരിച്ചു വന്നു അല്ല. ഞാൻ പോയി, ഞാൻ കണ്ടു, ഞാൻ തൊഴുതു. ആ പഴയതെല്ലാം ആരുടെയെങ്കിലും അടുത്ത് ഞാൻ ഇരുന്ന് വിവരിക്കുകയാണെങ്കിൽ ഒരാളും കേൾക്കാനുണ്ടാവില്ല. ഒരാൾ എന്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കാനുണ്ടാവില്ല. ആർക്കും അതൊന്നും താല്പര്യമില്ല. അത് സ്വാഭാവികമാണ്. അവര് പറയുകയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല കേൾക്കാൻ. അപ്പൊ ഞാൻ ആരെയെങ്കിലും മുമ്പിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ അടുത്ത് എന്റെ കാര്യങ്ങളും എന്റെ ജീവിത ചരിത്രവും ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയാൻ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ശരിക്ക് ബ്ലീച്ചടിച്ചു പോവുകയുള്ളൂ. ഞാൻ ശരിക്ക് തലകുനിക്കേണ്ടി വരും. കാരണം ആരെയും കിട്ടില്ല, ആർക്കും താല്പര്യമൊന്നുമില്ല. അമ്പലത്തിൽ പ്രഭാഷണം നടത്തുമ്പോൾ പോലും അന്നദാനം ഉണ്ടെങ്കിൽ പലപ്പോഴും ആൾക്കാർ വരുള്ളൂ. 11 മണിക്ക് പ്രഭാഷണം വെക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവർ പറയും 12:30 ഊണുണ്ട് സാർ, അന്നദാനം ഉണ്ട്, അത് കാരണം ആൾക്കാർ വരും. ഇതിപ്പോ കുറച്ച് നേരത്തെ വന്നാൽ മതിയല്ലോ, വീട്ടിൽ ഊണൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ഇവിടെ അന്നദാനം ഉണ്ടല്ലോ, അത് കാരണം വരും. അല്ലാതെ പ്രഭാഷണം കേൾക്കാൻ വരികയല്ല. പ്രഭാഷണം കേൾക്കാൻ കുറച്ച് പേര് വരും. പക്ഷെ അവർക്ക് അവരവരുടെ പ്രാരബ്ധം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രാരബ്ധം ഉണ്ടെന്നുള്ള ധാരണയുണ്ടാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പൊ ആയിരക്കണക്കിന് വ്യക്തികൾ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാണ്, സുഖം കണ്ടെത്തേണ്ടത് നമ്മളാണ്, സംതൃപ്തി കണ്ടെത്തേണ്ടത് നമ്മളാണ്. എത്ര പ്രായമായാലും ശരീരം അനങ്ങുന്നുണ്ടെങ്കിൽ പുതിയ 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 കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. എനിക്കത് സാധിക്കില്ല, എനിക്കത് പറ്റില്ല, ഞാനതിൽ അശക്തനാണ്, ഞാൻ ശ്രമിച്ചാലും വിജയിക്കില്ല, ഈ ധാരണകളൊക്കെ മാറ്റണം. മക്കള് അച്ഛനമ്മമാരെ ഇത് പഠിപ്പിക്കണം. അച്ഛനമ്മമാര് മക്കളിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ കൊച്ചുമക്കളിൽ നിന്ന് പഠിക്കണം. എന്നിട്ട് ഈ ജീവിതത്തിലെ ഒറ്റ പ്രശ്നം മുമ്പിൽ വെച്ചാൽ മതി. 1 മിനിറ്റ് പോലും ഞാൻ വേസ്റ്റ് ആക്കില്ല. ഞാനും പലപ്പോഴും ചിലതൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പോസ്റ്റ് ചെയ്യുമ്പോൾ വിചാരിക്കേണ്ട, 1000 പേർക്കെങ്കിലും അത് എത്തിയാൽ, റീച്ച് 5000 പേരും വ്യൂസ് 1000 പേരും എത്തിയാൽ ഞാൻ ധന്യനാണ്. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന 5 മിനിറ്റിൽ 8 മിനിറ്റിൽ ഞാൻ എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു. ആൾക്കാർ അത് കേൾക്കാൻ എന്റെ അടുത്തേക്ക് വരില്ല, അവരുടെ അടുത്തേക്ക് എനിക്കോട്ട് പോവാനും പറ്റില്ല. പക്ഷെ അവരുടെ പോക്കറ്റിലുള്ള ഈ സോഷ്യൽ മീഡിയ സിസ്റ്റം ഉപയോഗിച്ച് ഞാൻ എവിടെയൊക്കെ പോകുന്നു, അവിടെ ഞാൻ എന്തൊക്കെ കാണുന്നോ അനുഭവിക്കുന്നോ, ആരെയൊക്കെ കാണുന്നു, അയാൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അയാളുടെ പാട്ട്, അയാളുടെ ജീവിതാനുഭവങ്ങൾ പ്രയോജനമാണെങ്കിൽ ജീവിതാനുഭവങ്ങൾ, അയാൾ ഈ ലോകത്തിൽ കണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത്, അയാൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തില് ഈ രാഷ്ട്രത്തിന്റെ നേട്ടങ്ങളും എന്തൊക്കെയുണ്ടോ അത്, ചില ജനങ്ങൾ ചെയ്യുന്ന നന്മകൾ അയാളിലൂടെ, ചില ജനങ്ങൾ ചെയ്യുന്ന തിന്മകൾ അയാളിലൂടെ വെറും ഒരു മൊബൈൽ ഫോൺ കൊണ്ട് എനിക്ക് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും, ലൈവായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത് എത്തുന്നവർക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. ഇയാൾ ലൈവായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഇങ്ങനെ ഒരു സംവിധാനം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഒരു 5, 6, 8, 10 കൊല്ലം മുമ്പ്. ഇന്ന് നമുക്ക് ദുഃഖിക്കാൻ നേരമേ ഇല്ല, ആവശ്യവുമില്ല. അമ്മിക്കല്ലിൽ അരക്കണ്ട, ആട്ടുകല്ലിൽ അരക്കണ്ട, വിറക് കൊണ്ട് തീ കത്തിക്കണ്ട, തുണി അലക്കണ്ട, പിന്നെ നമുക്ക് വിശറിയെടുത്ത് വീശണ്ട, കിണറ്റിൽ നിന്ന് വെള്ളം കോരണ്ട. നമുക്ക് നമ്മുടെ വീട് പോലും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഏത് ഭക്ഷണം പാചകം ചെയ്യാനും വിഷമമില്ല.
പാചകം ചെയ്യേണ്ടെന്ന് തോന്നിയാൽ 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പൊതിച്ചോറ് കിട്ടും, 2 പേർക്ക് ഉണയിക്കാവുന്നത്, വീട്ടിലെത്തിക്കും ഒരു 10 രൂപയും കൂടി കൊടുത്താൽ. ഞാൻ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതല്ല, പക്ഷെ എല്ലാം നമ്മളുടെ മുമ്പിലുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ സ്വയം ഏതെങ്കിലും ഒരു വർക്കിൽ സംതൃപ്തി കണ്ടെത്തുക. മരിക്കുന്നത് വരെ നമ്മളുടെ ജീവിതം ഒരു ഭാരമായിട്ട് നമുക്കോ മറ്റുള്ളവർക്കോ തോന്നരുത്. നമ്മളുടെ ജീവിതം നമുക്ക് ഭാരമായി കഴിഞ്ഞാൽ അത് വേസ്റ്റാണ്. പിന്നെ അതെങ്ങനെയെങ്കിലും തീർക്കാനുള്ള പരിപാടിയാണ്. ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അവസാനം ശരീരം അനങ്ങുന്നത് വരെ സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി ജീവിക്കാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. പലപ്പോഴും നിങ്ങൾ പലരുടെയും ഇന്റർവ്യൂ കണ്ടാലറിയാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല സിനിമാ നടന്മാര് അവർ നല്ലോണം പാട്ട് പാടുന്നുണ്ട്, അവര് പല പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, നല്ല നല്ല ചെറിയ പയ്യന്മാര് അവര് മെസ്സേജ് കൊടുക്കുന്നുണ്ട്, അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ചാനലിലൂടെ അവർ ലോകത്തോട് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ വളരെയധികം സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കുഴപ്പമാണത്. അതുകൊണ്ട് പ്രായമായി മക്കൾ എന്നെ നോക്കുന്നില്ല. പണ്ട് ഒരു 7-8 കൊല്ലം മുമ്പ് ജനുവരി 1-ാം തീയതി എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു ക്ലാസ് തൃപ്പൂണിത്തുറയിൽ നടത്തി. ജനുവരി 1-ാം തീയതിയാണ് ഞാനത് ഓർമ്മിക്കുന്നത്. ഒരു 10 വർഷമായിട്ടുണ്ടാവും. എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും വന്നു. പലരും സ്റ്റേജിൽ കയറി. അവരുടെ മക്കൾ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അവർക്ക് ഒരു തരത്തിലും ജീവിതത്തിൽ താല്പര്യമില്ല. പക്ഷെ എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, എല്ലാവർക്കും പെൻഷൻ ഉണ്ട്. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് അത്രയില്ല. പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ മക്കൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ അവർക്ക് ഭാര്യമാരുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ മക്കളുടെ സ്കൂളിന്റെ കാര്യമുണ്ട്, ഭാര്യയുടെ കാര്യം നോക്കണം, ഭർത്താവിന്റെ കാര്യം നോക്കണം. ചിലപ്പോൾ 2 പേർക്കും ജോലി ഉണ്ടാവും. ജോലിക്കാരി വന്നില്ലെങ്കിൽ അവസ്ഥ, കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അവസ്ഥ, സ്കൂളിലെ അറ്റൻഡ് ചെയ്യാനുള്ള അവസ്ഥ. ഈ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ എന്തെല്ലാം പ്രാരബ്ധങ്ങൾ നമ്മൾ അനുഭവിച്ചോ അതിനേക്കാൾ 10 ഇരട്ടി പ്രാരബ്ധങ്ങളാണ് ഇപ്പോ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ അയച്ചിരുന്ന തൊട്ടടുത്തുള്ള സ്കൂളായിരിക്കും. ഇവിടെ ഏറ്റവും ടോപ്പ് സ്കൂൾ വേണമെന്നും പറഞ്ഞ് വലിയ വലിയ സ്കൂളിലേക്ക് അയക്കുക, അവരെ തയ്യാറാക്കുക, അവരെ ബസ്സിൽ കയറ്റി വിടുക, ബസ്സിന്റെ പൈസ കൊടുക്കുക, സ്കൂളിന്റെ ഫീസ് കൊടുക്കുക, സ്കൂളിൽ നിന്ന് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക, കുട്ടികൾ വന്നോ എന്ന് നോക്കുക, വന്നാൽ തിരിച്ചു കൊണ്ടുവരിക, അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ മക്കൾക്കും നമ്മളുടെ മരുമക്കൾക്കും ഒക്കെ ഉള്ള പരിപാടിയാണ്. അവരുടെ ഓഫീസിലെ വർക്ക് കഴിഞ്ഞിട്ട് അവരിത് ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് തിരിഞ്ഞു നോക്കാനും തിരിഞ്ഞു നോക്കാതെ മുമ്പോട്ട് പോകാനും ഇന്ന് ധാരാളം ഉണ്ട്. അന്ന് ഞാൻ അവിടെ ആ പ്രഭാഷണത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വാർദ്ധക്യത്തിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന മക്കളോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ അന്ന് ചോദിച്ചത്. മക്കൾക്കും വാർദ്ധക്യം വരും, മക്കൾക്കും ഇതുമാതിരിയുള്ള ബുദ്ധിമുട്ട് വരും, ഇതെല്ലാം നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. അപ്പൊ എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു ചെയ്തത്. എല്ലാവരും കരയുന്നുണ്ടായിരുന്നു അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ കരഞ്ഞോണ്ടിരുന്നാൽ നമ്മൾ കരഞ്ഞോണ്ടേയിരിക്കുള്ളൂ. കരയാതിരിക്കാനുള്ള എല്ലാം ഇന്നുണ്ട് നമ്മുടെ മുമ്പിൽ. സമ്പത്തിന് വലിയ കുഴപ്പമില്ല, വീടിന് വലിയ കുഴപ്പമില്ല. ജീവിതത്തിലെ ലാസ്റ്റ് പാർട്ടൊക്കെ എത്തുമ്പോഴാണ് അന്യപരാശ്രയം കുറച്ചൊക്കെ വേണ്ടി വരുന്നത്. അവിടെയും നമുക്ക് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യുക, പലതും പഠിക്കുക, ആസ്വദിക്കാൻ അറിയുക, ഓരോ മിനിറ്റ് പ്രയോജനപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഇതിന് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ലഭിക്കുന്ന അത്രയും സൗകര്യം ഈ മനുഷ്യരാശിക്ക് ഇത്ര കാലം ലഭിച്ചിട്ടുണ്ടാവില്ല. ഭാരതത്തില്, പ്രത്യേകിച്ച് കേരളത്തില് എല്ലാ പ്രായമായവർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ വളരെ വലിയ ഒരു ഗേറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്, ഒരു മൈതാനത്തിലേക്ക്. ജീവിതത്തെ സുഖകരമാക്കാൻ, സന്തോഷകരമാക്കാൻ. പഴയതില് തന്നെ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരുന്നാല് പഴയ കാര്യങ്ങൾ എല്ലാ നന്മകളും ഓർമ്മിക്കണം, അതിനെ പ്രോജ്വലമാക്കുകയും വേണം. പക്ഷെ ആ ദുഃഖങ്ങളും ആ വേദനകളും ആ പ്രശ്നങ്ങളും ഇന്നും ആലോചിച്ചുകൊണ്ട് ഇന്നും ഞാൻ ദുഃഖത്തിലാണ്, വേദനയിലാണ്, പ്രശ്നത്തിലാണ് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മളെ കരകയറ്റാൻ ആരും ഉണ്ടാവില്ല. നമ്മളെ കരകയറ്റാൻ ആരും വേണ്ട. എനിക്ക് ആ സുധാമൂർത്തി പറഞ്ഞൊരു വരിയുണ്ട്, ഐ ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ എനിബഡി ഫോർ മൈ ഹാപ്പിനെസ്, ഫോർ മൈ ഫുൾഫിൽമെന്റ്, ഫോർ മേക്കിംഗ് മീ ഹാപ്പി. ഐ എം ഡിപ്പെൻഡിങ് ഓൺലി ഓൺ മീ. I am not depending on others. Others cannot make me happy. Others cannot fulfill my dealings. Money will not give me happiness.
ആൻഡ് പവർ വിൽ നോട്ട് ഗിവ് മീ ഹാപ്പിനെസ്, പൊസിഷൻ വിൽ നോട്ട് ഗിവ് മീ ഹാപ്പിനെസ്. My service to the society and utilization of my time, that gives me happiness. എന്റെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എന്റെ പ്രയത്നവും എന്റെ ജീവിതത്തിന്റെ സമയത്തിന്റെ ഊർജത്തിന്റെ അറിവിന്റെ ഉപയോഗവും അതാണ് എനിക്ക് സന്തോഷം തരുന്നത്. ആരും എന്നെ സന്തോഷിപ്പിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ അഭിനന്ദിക്കാനും ആഹ്ലാദിക്കാനും മാലയിടാനും ഞാൻ പറയുന്നത് കേട്ട് കൈയടിക്കാനും അതിലൂടെ എനിക്ക് സന്തോഷം ഉണ്ടാക്കാനും ആരും വരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്ത് കറക്റ്റല്ലേ? അത് കാരണം മക്കളോടെല്ലാം പറയുന്നു, അച്ഛനെയും അമ്മയും തന്നെത്താനെ സന്തോഷം കണ്ടെത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. അച്ഛനും അമ്മയും മക്കളെ വളർത്തുമ്പോൾ അവനവന്റെ കാലിൽ നിന്ന് അവനവന് സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാം. അത് നേരത്തെ തന്നെ ചെയ്യുക, ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുന്നതിനേക്കാളും. എങ്ങനെയാണ് നമുക്ക് സെൽഫ് സ്ട്രോക്ക് അവനവന് തന്നെ ചൈതന്യം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. Jaggi Vasudevan, I'm not waiting for anybody to make me happy. I'm not expecting anybody's appreciations and motivations. I get my own way of finding out happiness and contentment. ശരിയല്ലേ ഇത്? എന്റെ തന്നെ വഴിയിലൂടെ ഞാൻ സന്തോഷം കണ്ടെത്താനും സംതൃപ്തി കണ്ടെത്താനും ശ്രമിക്കുന്നു. അത് നിങ്ങൾക്ക് സാധിക്കണം. എനിക്ക് കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് പോലും ഞാൻ പുറത്ത് കളയാറില്ല. അത് ഒരു തള്ളു പറഞ്ഞതല്ല, സാധിക്കുമെന്നുള്ളതിന് ഒരു തെളിവ് പറഞ്ഞതാണ്. നമ്മുടെ യാത്രകള്, നമ്മുടെ കാഴ്ചകള്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ എടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത്, ഇതെല്ലാം സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക, പ്രാവർത്തികമാക്കുക. പ്രണാമം.